ഹലോ. കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഭയങ്കര ഡിലേ വരുന്നുണ്ട് എൻ്റെ വീഡിയോ എടുക്കൽ. ഇതൊക്കെ കുറച്ച് മുന്നേ ഞാൻ എടുത്തതാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ ഇന്ന് ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യത്തിന് പോവാം. അപ്പോൾ അതിന് ഞാൻ പോകുന്ന എൻ്റെ പോക്കിൻ്റെ ഒരുക്കാണ്. സ്ഥിരമായിട്ട് മുടി ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് കെട്ടും, ഒരു വലിയ കറുത്ത പൊട്ടും തൊടും. ഇങ്ങനെയാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക്, അതായത് ക്ലാസിക്കൽ ഡാൻസിന് പോകുന്ന വേഷം എങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ പീയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ മുടി അഴിച്ചിടുക. സ്ഥിരമായിട്ട് മുടി അഴിച്ചിട്ടിട്ട് തന്നെ പോവാറും. അപ്പോൾ ഞാനിങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചു. എപ്പോഴും ഞങ്ങൾ ക്ലാസിക്കൽ ഡാൻസിലേക്ക് ഡാൻസ് ക്ലാസ്സിൻ്റെ സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ രാജുവേട്ടൻ എപ്പോഴും ഒരു 5:30 5:45 തിരിച്ച് ഊണ് കഴിക്കാൻ വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു 5:30 5:45 ഈവനിങ്. അപ്പോൾ 6 മണിക്കാണ് എനിക്ക് ഡാൻസ് ക്ലാസ്. എല്ലാ ആഴ്ചയും മൺഡേ ആണ് നമുക്ക് ഡാൻസ് ക്ലാസ് വരുന്നത്, സൗഷ്ഠവ. അപ്പം സാറിൻ്റെ ക്ലാസ്സിലല്ല ഇപ്പം, മീൻസ് സൗഷ്ഠവയിൽ ആ സമയത്ത് വേറെ ക്ലാസ്സുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സെയിം റോ തന്നെയാണ് നമ്മളെ പത്മശ്രീ ഓഡിറ്റോറിയം വരുന്നത്. അവിടെയാണ് ഇപ്പം ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഇപ്പം ഉള്ളത്. സാറ് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ടീച്ചറാട്ടോ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണേ. ഞാൻ ടീച്ചറൊക്കെ കാണിച്ചു തരാം. അപ്പോൾ രാജുവിൻ്റെ കൂടെ ഞാൻ പിന്നാലെ പറന്ന് കയറി. രാജുവേട്ടൻ ഈവനിങ് ആ സമയം അത് ഞങ്ങളെ ഡാൻസ് ക്ലാസ്സിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ ഓഫീസ് വരുന്നത്. തളി അമ്പലത്തിനോടിൻ്റെ അടുത്ത് തന്നെയാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എന്നാലും രാജുവേട്ടൻ എന്നെ ഇറക്കിയിട്ട് ഓഫീസിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോർട്ട് കട്ടിലൂടെ, അപ്പുറത്തു കൂടെ നമുക്ക് പുഷ്പ ജംഗ്ഷനിൽ എപ്പോഴും അവിടെ സിഗ്നൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഷോർട്ട് കട്ടിലൂടെ കേട്ടോ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പന്നിയങ്കരയിൽ നിന്ന് ടു ചാലപ്പുറത്തേക്ക് പോകുന്ന റൂട്ടും ഇതന്നെയാണ് സ്ഥിരമായിട്ട്. ഈ ഒരു റൂട്ടിലാണ് ഇങ്ങനെ പോവുക. നിങ്ങൾക്ക് മനസ്സിലൊന്നാവില്ല റൂട്ട്, ചാലപ്പുറത്തുള്ളവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കൂടെയാണ് ഞാൻ പോവാറ്. അങ്ങനെ ഞാൻ രാജുവേട്ടൻ്റെ കൂടെ അങ്ങനെ എത്തി. ഇങ്ങനെ എന്തൊക്കെയോ എന്നോട് ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു, രാജുവേട്ടൻ വീഡിയോ എടുക്കട്ടെ, അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ വണ്ടി പോകണ്ടേ. അപ്പം അങ്ങനെ ഞങ്ങൾ മന്ദാകിനിയായിട്ട് ഇങ്ങനെ ഞാനും രാജുവേട്ടനും കൂടെ പോയി എന്തൊക്കെയോ കഥകളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. പൊതുവെ ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ പറ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. രാജുവേട്ടൻ സൈലൻ്റ് ആയിരിക്കും. എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരങ്ങൾ നൽകുക വിചാരിച്ചിട്ട് അത്രേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഞാനെവിടെ എത്തിയെന്നറിയോ, പത്മശ്രീ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഇറക്കി എന്നെ ഇട്ട് രാജുവേട്ടൻ പോയി. ഇതാണ് ഓഡിറ്റോറിയത്തിലേക്ക്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പത്മശ്രീ ഓഡിറ്റോറിയം എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കല്യാണം ഇവിടുന്ന് കേട്ടോ കഴിഞ്ഞേ. അപ്പോൾ ഇത്രയും വർഷമായി. ഇപ്പം എനിക്ക് 41 വയസ്സ്. അപ്പോൾ ഓരോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 43 വർഷങ്ങൾക്ക് മുന്നേ. അതാ പത്മശ്രീ ഓഡിറ്റോറിയം. എല്ലാ വണ്ടിക്കാരും എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതെല്ലാവരും 2 വീലറൊക്കെ ഓടിച്ചിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാണ് പത്മശ്രീ. പഴയ പോലെ ഒരു മാറ്റവും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ അതായത് പുതുക്കിയിട്ടൊന്നുമില്ല. വല്ല പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവുമായിരിക്കും, ടൈലിട്ടുണ്ടാവുമായിരിക്കും. അവിടെയുള്ള 2 പൂച്ചകളാണ്. കുട്ടിയെ നോക്കുമ്പോൾ നാണക്കാരി ഓടിപ്പോയി. രണ്ടോക്ക് സ്ഥിരമായിട്ട് അവിടെ പൂച്ചയുണ്ട്. ആ പൂച്ചയില്ലേ 2 3 4 പൂച്ചയുണ്ട് അവിടെ. വളർത്തുക തോന്നുന്നു. അതിൻ്റെ ഒരു കാര്യസ്ഥനായിട്ടുള്ള ഒരാളുണ്ടല്ലോ, അയാൾ സ്ഥിരമായിട്ട് ആ ഒരു നേരത്ത് അതിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അല്ലാതെ അപ്പോൾ അതവിടെ എന്താ പറയുക, എത്രയോ കാലങ്ങളായിട്ട് അങ്ങനെ പൂച്ചകൾ പെറ്റുപെരുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അതിന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ആ ഡാൻസ് കളിക്കുന്ന നേരത്തെ അയാൾ ബിസ്ക്കറ്റോ എന്തോ വാങ്ങിയിട്ട് വരും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ ദീപേച്ചി കേട്ടോ, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള സീനിയറാണ് ദീപേച്ചി. ദീപേച്ചിക്ക് 2 പെൺകുട്ടികളാണ്, വളരെ നല്ല സുന്ദരികളായ നർത്തകികളാണ്. ഒരാൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് US-ലാണ്, ഒരു മോനും ഉണ്ട്. അതായത് അമ്മമ്മയൊക്കെ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ചേച്ചിനെ നിങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ ദീപേച്ചി ഞങ്ങൾ കൂടെ ഒരുമിച്ച് കുറേ കാലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചിട്ടൊക്കെയാണ് അരങ്ങേറ്റമൊക്കെ ചെയ്തത്. എന്താ സോഷ്മി വരുന്നു പൊതുവേ ഞാൻ സോഷ്മീൻ്റെ കൂടെ വരിക. രാജുവേട്ടൻ ബിസിയാണെങ്കിൽ ഞാൻ സോഷ്മീൻ്റെ കൂടെ വരും. സോഷ്മീനെ പന്നിയങ്കര കാത്തുക്കും, ഞാൻ പറന്ന് ഉള്ള ബൈക്കിൽ പാഞ്ഞ് കയറി പോരും. ഇതാണ് അശ്വതി മിസ്സ്. ഇത് നമ്മുടെ CMI സ്കൂളിലെ ഡാൻസ് ടീച്ചറുമാണ്. ടീച്ചർ ഇവിടെ വന്നിട്ട് മോഹിനിയാട്ടം ക്ലാസ് എടുക്കുന്നുണ്ട്. സാറിൻ്റെ ഇതിന് മോഹിനിയാട്ടം ടീച്ചറാണ് എടുക്കുന്നത്, അശ്വതി മിസ്സാണ് എടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നേ ഉള്ള ബാച്ചാട്ടോ അത്. അവിടെ റഹ്മത്തുണ്ട്, അവിടെ നമ്മൾ ക്ലാസിക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ആ പിങ്ക് ചുരിദാർ ഇട്ടില്ലേ, അതാണ് ഞങ്ങളുടെ ടീച്ചർ, വിജയലക്ഷ്മി ടീച്ചർ നിലമ്പൂരിൽ നിന്ന് വരികയാണ്. ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തോ വരും. ടീച്ചർക്ക് അവിടെയും ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. സാറ് ഭയങ്കര ബിസിയായി ഇപ്പം. കലോത്സവമൊക്കെ ആയിക്കഴിഞ്ഞാലും സാറ് ഭയങ്കര ബിസിയാവും. എല്ലാ ബാച്ചും കൂടി സാറിന് എടുക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ 1 2 ബാച്ചുകൾ, പാരൻസിൻ്റെ ബാച്ച്, ഞങ്ങളെ ബാച്ചിനൊക്കെ അതിൻ്റെ ഇടയിൽ അയാൾ വന്നു ബിസ്ക്കറ്റ് കൊണ്ട്, ആ പൂച്ചകൾ ഓടിപ്പോയത്. ടീച്ചറാണ് അപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ടീച്ചർ ആഴ്ചയിൽ 2 ദിവസം വരും ഞങ്ങൾക്ക് 1 2 ബാച്ചിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിജയലക്ഷ്മി ടീച്ചറാണ്. ടീച്ചർ നന്നായിട്ട് പാടും, അസലായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഡാൻസ് നമുക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. അത് സ്റ്റെപ്പ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ടീച്ചർ നല്ല അസലായിട്ട് പാടും ചെയ്യും. ഞങ്ങൾ അരങ്ങേറ്റം എനിക്ക് തോന്നുന്നു 10 വർഷം ആവാനായി അരങ്ങേറ്റം കഴിഞ്ഞിട്ട്, ഗുരുവായൂർ. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ടീച്ചറെ കാണുന്നത്. ടീച്ചറായിരുന്നു പാടിയത്.
അസ്സലൊരു പാട്ടുകാരിയും കൂടിയാണ്. ടീച്ചർക്ക് 2 കുട്ടികളുണ്ട് കേട്ടോ. നിലമ്പൂരിൽ നിന്ന് ഒന്നെങ്കിൽ ടൂ വീലറിൽ അല്ലെങ്കിൽ കാറിൽ ആൾ ഓടിച്ചിട്ട് വരിക ചെയ്യുക. ഇത് ഞങ്ങൾക്ക് 6 to 7 ആണ്. അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ച്. മിസ്സ് ഒരു 7, 7:15, 7:30 വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. കഴിഞ്ഞിട്ട് മിസ്സ് അങ്ങനെ പോവുക ചെയ്യാറ്. അപ്പോൾ ഇത് അമ്പിളീനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അപ്പുറത്താരാ അബിയും ചേച്ചിയും കഥ പറഞ്ഞിരിക്കുക ക്ലാസ് ടൈമിൽ. ഇതാ എല്ലാവരും റെസ്റ്റിലാട്ടോ. അത് സുമ, ദീപേച്ചി, ഇത് വൃന്ദ ചേച്ചി, പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട്. മിസ്സ് ഞങ്ങളോട് ഇങ്ങനെ വർത്താനമൊക്കെ പറയും. നല്ല മിസ്സാണ്, പാവം മിസ്സാണ്. ഭയങ്കര നമുക്കിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഭയങ്കര ഞങ്ങൾ കുറേ കഥയൊക്കെ പറയും കേട്ടോ. നല്ല രസമുള്ള കഥകളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആ ബാച്ചുകാർ പോയപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഉള്ളൂ ഞങ്ങളെ ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്ത് മോഹിനിയാട്ടം ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് നമുക്ക് സെൽഫി വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ദീപേച്ചി പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ദീപേച്ചീനെ പറയണം എന്നുള്ളത്. പക്ഷേ ദീപേച്ചീനെ പറയാനില്ല, ദീപേച്ചി അടിപൊളിയാണ്, നല്ല ആക്റ്റീവാണ്. തിരുവാതിരക്കളിയോ എന്തൊക്കെയോ കുറേ ഉണ്ട്, മോഹിനിയാട്ടം ഒക്കെ പഠിക്കുന്നുണ്ട്. ദീപേച്ചിൻ്റെ മക്കളും പൊളിയാണ്. അതാട്ടോ ടീച്ചർ കാണിച്ചെന്നാണ്. സുമ അപ്പുറത്ത് വൃന്ദ ചേച്ചിയാണ്. പിന്നെ അങ്ങനെ എല്ലാവരും പിന്നെയുണ്ട് ഒരുപാട്. ഇനിയും ആൾക്കാർ വരാനുണ്ട്. സൗമ്യ എത്തിയിട്ടില്ല, സിത്തു എത്തിയിട്ടില്ല, അതിലൊരു സ്വപ്ന ചേച്ചി ഉണ്ട്, പിന്നെ സുചിത്ര ഉണ്ട്. അങ്ങനെ ഇതാണ് അശ്വതി മിസ്സ് മോഹിനിയാട്ടത്തിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്ളോഗിലിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. ഇത് കഴിഞ്ഞു കേട്ടോ, ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അത്രക്കാരല്ലാത്തതുകൊണ്ട്, പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് മിസ്സ് പറഞ്ഞിട്ട് എടുത്തോളാന്നൊക്കെ. പക്ഷേ എല്ലാവർക്കും ചമ്മൽ ഇത് ശാലു ഞങ്ങൾ നാറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ദീപേച്ചി വണ്ടി എടുത്തിട്ടാണ് വരുന്നത്, അമ്പിളി വണ്ടി എടുത്തിട്ടാണ് വരുന്നത്, സുമ വണ്ടി എടുത്തിട്ടാണ് വരുന്നത്, സോഷ്മി, ചേച്ചി, സിത്തു, സൗമ്യ, ഞാൻ ഒഴിച്ച് എല്ലാവരും. ഞാൻ ഏതെങ്കിലും സീറ്റിൻ്റെ പിന്നിൽ ചാടി കയറും. അപ്പം എന്നോട് ഇവർ കളിയാക്കും, എനിക്ക് ഒരു വണ്ടി പഠിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഡ്രൈവർ ആവാൻ ഇഷ്ടമല്ല, എനിക്ക് രാജകീയമായിട്ട് ഇരിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എൻ്റെ ഭാഗത്തുനിന്ന്. ഇത് ഞങ്ങൾ ഇതാണ് ഞാൻ പറയാൻ വരുന്നത്. എപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു എനർജി, എന്താ പറയുക, ഒരു റീചാർജിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വരും. വിനായകയിലേക്ക് മാത്രമല്ല കേട്ടോ സ്ഥിരമായിട്ട് പോവുക. അപ്പുറത്ത് നമ്മൾ ജയ ഓഡിറ്റോറിയത്തിൽ അറിയോ, പണ്ട് ജയേൻ്റെ ഞങ്ങൾ ആ ഒരു റോട്ടിൽ, നമ്മൾ ഡാൻസ് ക്ലാസ്സുള്ള റോട്ടിൽ ജയ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് ജയേൻ്റെ തന്നെ. അവിടെ പോയിരുന്നിട്ട് മസാല ദോശയോ നെയ്റോസ്റ്റോ എന്തെങ്കിലും കഴിച്ച് കാത്താ പറഞ്ഞിരിക്കും. അന്ന് കുറച്ചും കൂടെ നേരത്തെയായിരുന്നു, 5 to 6 ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ നേരമുണ്ട്. ഇത് 6 to 7 ആയതുകൊണ്ട് എനിക്ക് അത്ര നേരം ഉണ്ടാവില്ല, എനിക്ക് 7:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തണ്ടേ. ഇത് വിനായകയിൽ ഇതൊരു റുട്ടീനാണ്. ഞങ്ങൾ അവിടെ നിന്ന് പോയി കലോറി ഇറക്കുന്നു, ഇവിടെ വന്ന് കലോറി കൂട്ടുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ടല്ലേ, എപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞാലും സ്ഥിരമായിട്ട് പോകുന്നൊരു സംഭവമാണ്. പിന്നെ ഞങ്ങൾ മെയ്ഫ്ലവറിലാട്ടോ പോവുക. ജയ ഓഡിറ്റോറിയം ഇപ്പോൾ അവിടുത്തെ വെജിറ്റേറിയൻ ഹോട്ടൽ പൂട്ടി. ഒന്നെങ്കിൽ മെയ്ഫ്ലവർ പോവും, അല്ലെങ്കിൽ വിനായക. ഇപ്പോൾ വിനായകയാണ് അധികം വെജിറ്റേറിയൻ. ഇതിൽ നല്ല നെയ്റോസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് കഥകളും പരദൂഷണമൊക്കെ അവിടെ പറഞ്ഞിരുന്ന് അപ്പം തന്നെ ഡിവൈഡഡ് ബൈ എത്ര ആളച്ചാൽ അങ്ങനെ ഫുള്ള് ഡിവൈഡൊക്കെ ചെയ്ത് പൈസയൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് വീണ്ടും ഞാൻ തിരിച്ചു പോകുന്നത് സോഷ്മീൻ്റെ കൂടിയാണ്. ഇതാണ് എൻ്റെ ക്ലാസിക്കൽ സ്ഥിരമായിട്ട് 10 വർഷമായിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് എന്ന് ഡാൻസ് ക്ലാസ്സിൽ ചേർന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആയതിനു ശേഷം എപ്പോഴും കൂടുന്നതാണ്. എവിടെയെന്നറിയോ, അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കും. അങ്ങനെ സോഷ്മി എന്നെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇറക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടുന്ന് പന്നിയങ്കര എൻ്റെ വീട്ടിലേക്ക് മന്ദാഗ്നിയായിട്ട് നടന്ന് പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് പോകുന്നു കൂട്ടരെ. ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേഗം മേല് കഴിക്കണം, ചെക്കന്മാരെ പഠിപ്പിക്കണം, എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അങ്ങനെ കഴിഞ്ഞു. പിന്നെ കിടന്നുറങ്ങണം. അപ്പോഴത്തേക്ക് രാജോട്ടം ഒരു 10:30-11 മണിയാവും രാജോട്ടം വരാൻ. രാജോട്ടം കുറച്ച് ലേറ്റാണ്, 10:30-11 മണി. വളരെ അപൂർവമായിട്ടേ നേരത്തെ 9-നൊക്കെ എത്തുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വേഗം എത്തിട്ടോ, ഒന്നും ഞാൻ എടുത്തില്ല. അപ്പം ഇതാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങളെ ഒരു ദിവസം ആഴ്ചയിൽ ഒരിക്കലും ഒരു ക്ലാസിക്കൽ ഡാൻസിന് പോയാൽ ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാട്ടോ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കുമോ, ഇപ്പം വേഗം വരാനല്ലേ, ഭയങ്കര ഡിലേ ആയി പോകും. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.